നൂറനാട് മുതുകാട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ ചൂട്ടുകമ്പം ചടങ്ങ് ശ്രദ്ധേയമായി. കുംഭസംക്രമ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. നൂറനാട് മുതുകാട്ടുകര ദേവീക്ഷേത്രത്തിൽ നടന്ന ചൂട്ടുകമ്പം ചടങ്ങ് ഏറെ വ്യത്യസ്തമായി. ആയിരങ്ങളാണ് ചടങ്ങിൽ ദർശിക്കാൻ എത്തിച്ചേർന്നത്. മുതുകാട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസംക്രമ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ചൂട്ടുകമ്പം ചടങ്ങ് ആചരിക്കുന്നത്. ഏറ്റവും പൊക്കമുള്ള കവുങ്ങിൽ മരത്തിൽ പൊതിഞ്ഞ ആയിരക്കണക്കിന് കവുങ്ങിൻ ഓലകൾ ചുറ്റിവരിഞ്ഞ് ആകാശത്തോളം ഉയരത്തിൽ കെട്ടി കൊണ്ടുവരുന്ന ഓരോ ചൂട്ടുകമ്പങ്ങളും ഭഗവതിക്കുള്ള നേർച്ചയായിട്ടാണ് ഭക്തർ സമർപ്പിക്കുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിൽ പ്രവേശന കവാടത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇവ സ്ഥാപിക്കുന്നത്. ഓണാട്ടുകരയുടെ വ്യത്യസ്തമായ ആചാരമാണിത്. ഭഗവതി കുടികൊള്ളുന്ന ദേശത്തിന്റെ കഴിഞ്ഞകാല തിന്മകളെ അഗ്നിയിൽ ഹോമിച്ചു വരുന്ന ഒരു വർഷത്തേക്ക് ഭഗവതി നാടിനും നാട്ടുകാർക്കും നന്മ കൊണ്ടുവരുന്നതായിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ചൂട്ടുകമ്പങ്ങൾ ഉയർത്തിയ ശേഷം ഭഗവതിയെ ജീവതയിൽ വേലകളിയുടെയും തീവെട്ടി വെളിച്ചത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ കിഴക്ക് വേല ആൽത്തറയിലേക്ക് എഴുന്നള്ളിക്കും. അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്കുള്ള എതിരേൽപ്പിന് നൂറുകണക്കിന് കൈച്ചൂട്ടുകൾ കത്തിച്ച് ഭക്തർ ജീവതയ്ക്ക് അകമ്പടി സേവിക്കും. ചൂട്ടുകമ്പങ്ങളെ അനുഗ്രഹിച്ച ശേഷം ക്ഷേത്ര സേവാപന്തലിലെത്തി കിഴക്കോട്ട് ജീവതയിൽ ഭഗവതിയെ അഭിമുഖമായി എഴുന്നള്ളിച്ചു നിർത്തിയ ശേഷം ചൂട്ടുകമ്പങ്ങൾക്ക് അഗ്നി പകരും. തുടർന്ന് ക്ഷേത്രത്തിന് 4 വലത്തു വെച്ച ശേഷം ഭഗവതി ശ്രീകോവിലേക്ക് പ്രവേശിക്കും. ചൂട്ടുകമ്പം നടത്തുന്ന കുംഭസംക്രമ ദിവസം രാവിലെ ദേശത്തെ വീടുകളിൽ നിന്ന് വീട്ടമ്മമാർ നടത്തുന്ന പ്രത്യേക ആചാര അനുഷ്ഠാനമാണ് കലം പൂജ. പുത്തൻ കലങ്ങൾ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. തുടർന്ന് ദേവിയുടെ നിവേദ്യ ചടങ്ങുകൾക്ക് ശേഷം നേദിച്ച അന്നം കലങ്ങളിലേക്ക് പകരുന്നു. ഇതുമായി വീടുകളിലേക്ക് മടങ്ങുന്നവർക്കും കുടുംബത്തിനും അടുത്ത കുംഭസംക്രമം വരെ അന്നത്തിന് മുട്ടുവരുന്നെന്നാണ് വിശ്വാസം. ചൂട്ടുകമ്പം കാണുന്നതിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. സി ഡി നെറ്റ് ന്യൂസ്, ചാരിമോട്.